ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇത് അന്ന് ഇട്ടതിൻ്റെ ബാക്കിയാണ് കേട്ടോ. എവിടെയാണ് ഞങ്ങൾ പോകുന്നതെന്ന് അറിയാമോ? അന്ന് ഇട്ടതിൽ ബത്തേരിക്കല്ലേ പോയത്. അന്ന് ബത്തേരിയിൽ ഒരു ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിലേക്കാണ് ഞങ്ങൾ പിന്നീട് പോയത്. എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിനൊരു ഉടുപ്പെടുക്കാൻ വേണ്ടി പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞിനെ ആദ്യമായിട്ടാണ് പോയി കാണുന്നത്. അതുകൊണ്ട് ഒരു ചെറിയൊരു കുഞ്ഞു ഉടുപ്പെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഉടുപ്പെല്ലാം പെൺകുട്ടികൾക്കുള്ള ഉടുപ്പാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനും ഹസ്ബൻഡും കുഞ്ഞും കൂടെ അങ്ങനെ സ്റ്റെപ്പ് കയറി മേലോട്ട് പോവാണ്. അപ്പോൾ മേലെ തന്നെ എത്തിയപ്പോൾ തന്നെ ഒരു പ്രതിമയും പിന്നെ എന്തോ ഒരു ഉടുപ്പൊക്കെ ഇട്ട് നല്ല രസമൊക്കെയുണ്ട് കാണാൻ. അപ്പം ഞാൻ അധികം എടുക്കാനൊന്നും നിന്നില്ല. വേഗം പോവേണ്ട ആവശ്യമുള്ളത് കൊണ്ട് വെറുതെ ഒന്ന് എടുത്തു. അങ്ങനെ കയറി ചെന്നപാടെ തന്നെ കുറേ കുഞ്ഞുടുപ്പുകൾ നല്ല രസമുണ്ട് കേട്ടോ. ഒരു വയസ്സെന്നല്ല, ചെറിയ കുഞ്ഞു പിള്ളേർക്കുള്ളത്. അപ്പം നല്ല രസമുണ്ട്. അവിടെ തന്നെ ജീൻസ്, ടോപ്പ്, കുട്ടികൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും അവിടെ ലഭിക്കും. പ്രൈസ് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, കാരണം പ്രൈസ് എനിക്കറിയത്തുമില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എപ്പോഴെപ്പോഴും കുഞ്ഞിന് ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല, ബഡ്ജറ്റ് തികയില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ കുഞ്ഞിന് മാത്രമായിട്ടൊരു ഡ്രസ്സ് എടുത്തു. സങ്കടമുണ്ട്, ഞങ്ങൾ ആർക്കും എടുത്ത് ഡ്രസ്സ് എടുത്താലും കുഞ്ഞിനും കൂടെ എടുക്കുമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം പെട്ടെന്ന് ഞങ്ങളങ്ങനെ പോകുന്നത് കൊണ്ട് കൊച്ചിനെടുക്കാൻ പറ്റിയില്ല. പക്ഷെ കുഞ്ഞ് ഓരോന്നൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സുകളൊക്കെ നോക്കുകയാണ്. ആൺകുട്ടിയാട്ടോ. അപ്പോൾ ആൺകുട്ടിക്കുള്ള ഡ്രസ്സെല്ലാം നോക്കുകയാണ്. അപ്പോൾ ഓരോ ഡ്രസ്സുകൾ ഇങ്ങനെ നോക്കുക. അധികം ഒന്നും എടുത്തില്ല. ആൺകുട്ടികൾക്കാണെങ്കിൽ ഒരു നിക്കറും ഷർട്ടും മതിയല്ലോ, അതുകൊണ്ട് അധികം നോക്കിയില്ല. ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത ഡ്രസ്സ്. ഇങ്ങനെയുണ്ട് ഗായ്സ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ബെഡ്ഷീറ്റും കൂടെ എടുത്തു. എന്തെങ്കിലും ഒന്ന് എടുക്കണ്ടേ, ഈ ഉടുപ്പ് മാത്രമായിട്ട് എടുത്തിട്ട് എങ്ങനെയാണ് പോരുക. അതുകൊണ്ടൊരു ബെഡ്ഷീറ്റും കൂടെ എടുത്തു. ഫാമിലി കോട്ട് എടുത്തു. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ബില്ല് കൊടുത്തു. അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ വണ്ടിയിലേക്ക് കയറി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ലിയാമോൾ എന്തൊക്കെയോ പിടിച്ച് തിന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.